ഹായ്, ഐ ആം മിസ് ലിസ. വെൽക്കം ടു മാതാ മ്യൂസിക് സെൻറ്റർ. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കുന്ന പാട്ട് ഒരു കുട്ടി ആവശ്യപ്പെട്ടത് ആരാന്ന് എനിക്കറിയില്ല. നമ്മുടെ യൂട്യൂബിലെ ഒരു കമൻറ്റ് കിടന്ന് ഈ പാട്ട് എടുക്കുന്നതിനെ പറ്റി എടുക്കാവോ എന്ന് ചോദിച്ചു. നീലഗിരിയുടെ സഖികളെ എന്നുള്ള പാട്ട് അത് ആരംഭിക്കുന്ന സുപ്രഭാതം എന്നാണ് അത് ആരംഭിക്കുന്നത്. അപ്പോൾ ഇത് ഒത്തിരി പഴയ പാട്ടാണ്. അപ്പോൾ ഈ പാട്ട് എടുക്കുമ്പോഴേ ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒത്തിരി ചെറിയ ചെറിയ സംഗതികളുള്ള പാട്ടാണ്. അത് ബിഗിനേഴ്സിന് അത് എങ്ങനെയാണെന്ന് നമുക്ക് ഒരുപാട് പരിശ്രമിക്കണം നിങ്ങൾ, അപ്പോഴേ എടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ മിസ്സും ഒന്ന് നല്ലപോലെ പരിശ്രമിച്ചാൽ ഇത് എടുക്കുന്നത്. അപ്പോഴേ എടുക്കുമ്പോഴേ എന്തെങ്കിലും കൈകൾ അങ്ങോട്ടേ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണം. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് വന്ന് കോഴ്സുകൾ, ഇതിൻ്റെ കോഴ്സും പഠിക്കാം. പിന്നെ ബോർഡിൽ നമ്മൾ കോഴ്സ് എഴുതാറുണ്ടല്ലോ എപ്പോഴും, എയുടെ കോഴ്സ് അത് ഓർഡറായിട്ട് പഠിക്കാം. അതേസമയം ആദ്യം മിസ് ഓരോ ഫിംഗർ വെച്ച് നിങ്ങളെ കീബോർഡിൽ ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ നോട്ടുകൾ ഏതാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് മിസ് പിയാനോയിൽ ഓർഗൻ സെറ്റ് ചെയ്ത് വായിച്ച് കാണിച്ചു തരാം. അപ്പോഴാ പാട്ടിൻ്റെ രീതിയിൽ കൂടി വായിക്കാം. അപ്പോൾ നിങ്ങളത് എങ്ങനെ എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ രാഗം നോക്കുമ്പോൾ ഇത് മോഹനരാഗം ബേസ് ചെയ്താണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കീബോർഡിലേക്ക് നോക്കാം. അപ്പോൾ വന്ന് ഇത് മോഹനരാഗമെന്ന് മിസ് പറഞ്ഞായിരുന്നു അല്ലേ. അപ്പോൾ മോഹനരാഗത്തിൻ്റെ സ്കെയിൽസ് മിസ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾ ആദ്യം പുതിയതായിട്ട് കാണുകയാണെങ്കിൽ അവർക്ക് വേണ്ടി ഒന്നുകൂടി കാണിക്കാം. സി ഷഡ്ജം, ചതുശ്രുതി ഋഷഭം, ഡി, സാധാരണ ആന്തരകാന്താരം, എഫില്ല ജി, പിന്നെ ജി ഒന്ന് പഞ്ചമമാണ് കേട്ടോ. ഇത് എ, ചതുശ്രുതി ദൈവതം, നിഷാദം വരുന്നില്ല, പിന്നെ ഷഡ്ജം. ഇതാണ് മോഹനരാഗത്തിൻ്റെ സ്വരസ്ഥാനം ഇങ്ങനെ പോകുന്നത്. അപ്പോൾ സ്കെയിൽ നോക്കുകയാണെങ്കിൽ എല്ലാം ഇതാണല്ലേ. അപ്പം സി മേജർ സ്കെയിൽ ഇതിൻ്റെ അകത്ത് 2 നോട്ട് നമുക്ക് വരുന്നില്ല, അത്രേ ഉള്ളൂ. അപ്പം ഇതിൻ്റെ ലെന്ത് ഇവിടം വരെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നീലഗിരിയുടെ സഖികൾ ഈ പാട്ടെടുക്കുമ്പോൾ ഒത്തിരി സംഗതികളുണ്ട്. മിസ് നിങ്ങൾക്ക് സംഗതിയൊന്നും ഇല്ലാതെ കാണിച്ചു തരാം കേട്ടോ. അത് വെച്ചാൽ ബിഗിനേഴ്സിന് സംഗതികൾ എല്ലായിടത്തും ആകപ്പാട് ഒരു ഇതായിപ്പോ. ഇത് കണ്ടോ, ഇവിടെയാണ് ആരംഭിക്കുന്നത്. ഇത് സുപ്രഭാതം. ഏത് നോട്ടല്ലേ മിസ് പിടിച്ചെന്ന് നോട്ടില്ല അല്ലേ. പിന്നെ ഇവിടെ സി, ഉണ്ട്. അത് കഴിയുമ്പോ പിന്നെ നീലഗിരി ഇവിടെ ആരംഭിക്കുന്നു. കൈയെടുത്തിട്ട് വീണ്ടും കൈയെടുക്കണം. വീണ്ടും കൈയെടുത്തിട്ട് പിന്നെ ഇവിടെ സെക്കൻഡ് സുപ്രഭാതം ഇവിടെ. ഇത്രയാണ് പല്ലവി. നമുക്ക് അനുപല്ലവി എടുക്കണ്ടേ. അനുപല്ലവി നമ്മൾ ഇങ്ങനെ എടുക്കും. ഇത് കണ്ടോ, ഇത് കുറച്ച് സംഗതിയോടെ ഉണ്ട് കേട്ടോ മിസ്, അതൊന്നും നിങ്ങൾക്ക് എടുക്കുന്നില്ല. വീണ്ടും ഇത് കണ്ടോ, കണ്ടല്ലോ. വീണ്ടും പണിഞ്ഞിട്ടും പഠിച്ചു. അത് 3 പ്രാവശ്യം എടുക്കും. ഒന്നുകൂടെ എടുക്കും. വീണ്ടും ഒന്നുകൂടെ. നിന്റെ വന്നിട്ട് അത് കൈയെടുത്തിട്ട് അപ്പൊ നമുക്ക് വീണ്ടും സുപ്രഭാതം എടുക്കുമ്പോ അപ്പൊ ഇതാണ് ഇതിൻ്റെ അകത്ത് പല്ലവി അനുപല്ലവിയായിട്ട് ഇത്രയാണ് കാണിക്കുന്നത്. പിന്നെ ശരണവും അനുപല്ലവി ഒരുപോലെ ആയതുകൊണ്ട് മിസ് അതിനകത്ത് പ്രത്യേകിച്ച് എടുത്ത് കാണിച്ചില്ലെന്നേ ഉള്ളൂ കേട്ടോ. ഇതിനകത്ത് നമുക്ക് എങ്ങനെ വായിക്കാം, അത് കണ്ടോ.
കൈയെടുക്കണം. കൈയെടുത്തിട്ട് കൈയെടുക്കണം. വീണ്ടും ഇതാണ് സെക്കൻഡ് വരുമ്പോഴേ ആ ശ്രുതി മാറും. സുപ്രഭാതത്തിന് ശ്രുതി മാറുന്നുണ്ട്. പിന്നെ അത് കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് രണ്ടാമത്തെ ശ്രുതി എടുത്തപ്പോൾ മിസ് ഇപ്പോൾ എടുത്തപ്പോൾ തെറ്റിയോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ഇപ്പോൾ രണ്ടാം എടുക്കുമ്പോൾ ശ്രുതി എടുക്കുമ്പോൾ ഇങ്ങനെ നിങ്ങൾ എടുക്കുമ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ എടുത്ത് ഈ പാട്ട് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. എന്നിട്ട് കോഡ്സ് കാണിച്ചാൽ അപ്പോൾ മിസ് ഇപ്പോൾ കേട്ടോ ഇത് കണ്ടോ എൻ്റെ കോഡ്സ്. നമ്മൾ വന്നിട്ട് സി മേജർ കോഡ് പിടിക്കുക. നമുക്ക് വന്നിട്ട് ഡി മൈനർ കോഡ് പിടിക്കുക. എ മൈനർ കോഡ് പിടിക്കുക. എ മൈനർ 6 പിടിക്കുക. ഇത് ഈ 3-4 കോഡ്സ് തന്നെ മാറ്റി മാറ്റി പിടിച്ചാൽ മതി. നമ്മൾ വന്നിട്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ബോർഡിൽ നമ്മൾ എപ്പോഴും എഴുതുകൊണ്ടുണ്ട് എ ഫ്ലാറ്റ് 11 അല്ലേ. നമ്മൾ വന്ന് എ ഫ്ലാറ്റ് 11 ഈ പ്രാവശ്യം ഇത് കണ്ടോ. നമുക്ക് വന്ന് ഇൻവെർഷൻ മാറ്റി പിടിക്കാം. നമുക്ക് ഇപ്പോൾ ഇത് റൂട്ട പിടിക്കുമ്പോൾ ഇങ്ങനെ വേണം പിടിക്കാൻ. പക്ഷെ മിസ് വന്നിട്ട് ഇതിൻ്റെ റൂട്ട് നമുക്ക് മാറ്റാം. ഇത് കണ്ടോ ഇവിടെ ഇത് റൂട്ട് ഇങ്ങനെ പിടിക്കും. നമ്മൾ ഈ എഫ് ഈ എഫ് ഇത് എഫ് അല്ല കേട്ടോ, ഇത് ജി ഫ്ലാറ്റ് എന്നേ നിങ്ങൾ പറയാവുള്ളൂ. മിസ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഇങ്ങനെ എഫ് എന്ന് കാണിച്ചാൽ എഫിൻ്റെ നേരെ കിടക്കുന്നത് ജിയുടെ ഫ്ലാറ്റ് ഇങ്ങനെ പിടിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്ത് ഈ ജി ഫ്ലാറ്റ് നമ്മൾ കൊണ്ടുവന്ന് ഇവിടെ പിടിച്ചു. ഇത് വന്ന് എന്തുവാണ് എ ഫ്ലാറ്റ് 11 അല്ലേ. പക്ഷെ നിങ്ങൾ നോക്കിയതിനകത്ത് എവിടെയെങ്കിലും എ ഉണ്ടോ? എ ഇല്ല. പക്ഷെ കോഡ്സ് പറയുമ്പോൾ എന്താ പറയുക എ ഫ്ലാറ്റ് 11. അപ്പോൾ 11 ആയപ്പോഴേ എ വന്നില്ല. അവിടെ എയുടെ സ്ഥലത്ത് ബി ഫ്ലാറ്റ് കയറി വന്നു അല്ലേ. അപ്പോൾ നമ്മൾ ഇനി എന്തുവാ ചെയ്യുന്നത്, എ ഫ്ലാറ്റ് ഓഗ്മെന്റഡ് നമ്മൾ എന്താ ചെയ്യും, ഈ ഫ്ലാറ്റിലിരിക്കുന്ന കൈയെടുത്ത് ഡി ഫ്ലാറ്റിൽ നിന്ന് കൈയെടുത്ത് നേരെ എങ്ങോട്ട് വയ്ക്കും, നമ്മൾ ഡിയിലേക്ക് വെച്ച് കണ്ടോ. അപ്പോൾ നമ്മൾ വന്ന് ഡി ഫ്ലാറ്റിലേക്ക് ഇപ്പോൾ ഡിയിലേക്ക് വെച്ചപ്പോൾ എന്താ സംഭവിച്ചത്, അവിടുന്ന് ഫ്ലാറ്റ് മാറിയപ്പോൾ അത് ഓഗ്മെന്റഡ് ആയി. നേരെ വെച്ച് ഫ്ലാറ്റ് കയറിയെന്ന് അത് വന്ന് 11 ആകും. എ ഫ്ലാറ്റ് 11 ആകും. ജസ്റ്റ് ഫ്ലാറ്റ് എന്ന് കൈയെടുത്ത് നമ്മളിങ്ങനെ നോക്കുമ്പോൾ അത് ഓഗ്മെന്റഡ് ആയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ പ്രത്യേകിച്ച് പഠിക്കാനായിട്ട്. നിങ്ങൾക്ക് അങ്ങനെ സാമിഷയുടെ ഒരു മിസ്സിനെ വിളിക്കുക. പിന്നെ മിസ് എടുത്തപ്പോഴേ കുറച്ച് എന്തെങ്കിലും ഇപ്പോൾ ശ്രുതി അങ്ങോട്ടൊക്കെ വെച്ച് മാറിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണം കേട്ടോ. ഇപ്പോൾ ഒരു ഷൂട്ട് കഴിഞ്ഞു, 2 ഷൂട്ട് അത് മാറ്റിയിട്ട് ഇപ്പോൾ സെക്കൻഡ് ഷൂട്ട് ചെയ്തതാണ്. കാര്യം എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് പറഞ്ഞു ഇങ്ങനെയല്ല മിസ്സേ, കുറച്ചും കൂടി ക്ലാരിറ്റിയോടെ എടുക്കാൻ പറഞ്ഞുകൊണ്ടൊന്ന് എടുത്ത് നോക്കിയതാണ്. അപ്പോൾ എന്നാലും അഭിപ്രായം വളരെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക. അപ്പോൾ മിസ്സിന് കൂടുതൽ അറിയാൻ പറ്റും കേട്ടോ. എനിക്ക് 48 കോഴ്സ് ഉണ്ടെന്ന് മിസ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഇപ്പോൾ നമ്മൾ 46ാമത്തെ കോഴ്സിലേക്കാണ് നിൽക്കുന്നത്. അടുത്ത ക്ലാസ് കൊണ്ട് 48 കോഴ്സ് കംപ്ലീറ്റ് ആകും. അപ്പോഴേ നമ്മൾ ഇന്നോട്ട് എ ഫ്ലാറ്റ് 11. അപ്പോൾ എ ഫ്ലാറ്റ് 11 മിസ് പിടിച്ച് കാണിച്ചായിരുന്നു. ഇ ഫ്ലാറ്റ്, ഡി ഫ്ലാറ്റ് എന്ന് പറയുമ്പോൾ അറിയാവില്ല, സിയുടെ ഷാർപ്പായിട്ട് വരും. ബി ഫ്ലാറ്റ്, ജി ഫ്ലാറ്റ്. അപ്പം ജി ഫ്ലാറ്റ് എന്തായിട്ട് വരും, എഫിന് ഷാർപ്പായിട്ട് വരും അല്ലേ. ഇത് ഫിംഗർ നമ്പർ ഇങ്ങനെയാണ് നൊട്ടേഷനായിട്ട് എഴുതുമ്പോൾ ഇങ്ങനെയാണ് എഴുതുന്നത് കേട്ടോ. ഫ്ലാറ്റ് ഇങ്ങനെ വേണം എഴുതാൻ. അതേസമയം ഇത് ഏതാണ്, എ ഫ്ലാറ്റ് ഓഗ്മെന്റഡ് 11.
അപ്പോൾ എ ഫ്ലാറ്റ് ഓഗ്മെന്റഡ് ഇല്ല വന്നപ്പോൾ എന്താ സംഭവിച്ചത്? ഇവിടെ ഡി ഫ്ലാറ്റ് വന്നു, ഇവിടെ ഡി ഫ്ലാറ്റ് അല്ല, ഡി മാത്രം വന്നു. അത് മാത്രമാണ് ഒരു വ്യത്യാസം, ബാക്കിയെല്ലാം സെയിം ആണ് കേട്ടോ. ഇവിടെ എ ഫ്ലാറ്റ് ഇല്ല ഇതിലെല്ലാത്തിനും ഫ്ലാറ്റ് 4 ഫ്ലാറ്റ് വന്നു. ഇവിടെ എ ഫ്ലാറ്റ് ഓഗ്മെന്റഡ് ഇല്ല വന്നപ്പോഴെന്ത് സംഭവിച്ചു? ഇവിടെ ഒരു ഫ്ലാറ്റ് അങ്ങ് മാറിപ്പോയി, ബാക്കി എല്ലാ നോട്ടും സെയിം ആണ്. അപ്പോൾ എന്തെങ്കിലും സംശയമുള്ളവർ മിസ്സിനെ വിളിക്കുക. ഏത് സംശയം ഉണ്ടെങ്കിലും മിസ്സിനെ വിളിക്കുക. ഇതിപ്പോൾ നമ്മൾ ഓർഡറായിട്ട് നിങ്ങൾ എഴുതി വയ്ക്കുക, എല്ലാ കോഴ്സും എഴുതി വെച്ചെന്നാൽ നിങ്ങൾക്കത് ഉപകരിക്കും. എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. മിസ്സ് വായിക്കുമ്പോഴും ചിലപ്പോഴൊക്കെ തെറ്റുകൾ സംഭവിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പാട്ട് കേൾക്കുക, 2 ദിവസം കേട്ടിട്ട് അത് പിടിച്ചെടുക്കുന്നതാണ്. അപ്പോഴേ നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ പാട്ട് കൂടെ കേൾക്കുക. കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. എന്നിട്ട് മിസ്സ് പഠിപ്പിച്ചിരിക്കുന്നത് പോലെ തന്നെ ഓരോ കീയിലും തൊട്ട് എടുക്കുക. അങ്ങനെയാകുമ്പോൾ രാഗത്തിൻ്റെ സ്വരവും നിങ്ങൾക്കൊന്ന് മനസ്സിലാകും. രാഗത്തിൻ്റെ സ്വരം മനസ്സിലാക്കി കഴിഞ്ഞാൽ പാട്ട് കേട്ടാൽ നിങ്ങൾക്ക് ഏത് രാഗത്തിലത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് മലയാളം പാട്ട് എടുക്കാൻ സാധിക്കും. ഏത് പാട്ട് കേട്ടാലും നമ്മൾ കുറച്ച് അറിവ് നേടിയിരിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് പല പ്രാവശ്യം കേൾക്കുക. മിസ് ഇടുന്നത് പല പ്രാവശ്യം നിങ്ങൾ കണ്ട് പ്രാക്ടീസ് ചെയ്തെങ്കിലേ മനസ്സിലാകത്തുള്ളൂ. ഒറ്റ പ്രാവശ്യം പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. പിന്നെ അതുപോലെ തന്നെ മിസ്സിൻ്റെ വീഡിയോസ് ഒന്നിലിരുന്ന് കാണുക. നമ്മളിപ്പോൾ അത് 54ാമത്തെ വീഡിയോസാണ് എടുക്കുന്നത്. അപ്പോൾ ഒന്നിലിരുന്ന് കാണുകയാണെങ്കിൽ വലിയ സംശയം ഉണ്ടാകാൻ ചാൻസ് ഇല്ല. എങ്കിലും സംശയമുള്ളൊരു മിസ്സിനെ വിളിക്കുക. അപ്പോൾ അടുത്ത പ്രാവശ്യം നമുക്ക് വീണ്ടും കാണാം. എന്തൊക്കെ ചെയ്യണം? ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.